വിവാദങ്ങൾ എന്നും എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായിരുന്നു. വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ ഒരു സമയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുമില്ല. ഏറെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ പ്രിയ പത്നി ദീപ രാഹുൽ ഈശ്വർ. വിവാദകരമായ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു മാസമാണിത്, അല്ലെ? ഡിസംബർ അത്ര ശുഭകരമല്ല. ശബരിമല ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പോലെ അല്ല, ഇത് മറ്റൊരാളുടെ ഒരു വിഷയത്തിന് വേണ്ടി. ഇത് വിശ്വാസത്തെ മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, വിശ്വാസി, അവിശ്വാസി എല്ലാ പുരുഷന്മാരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയും മറ്റുമായിരുന്നു. ഞാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും CPM മുമ്പോട്ട് വെക്കുന്ന ഈ സ്ത്രീപക്ഷ നിലപാടിനെ എതിർക്കുന്ന വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം ഒരു വ്യാജ പരാതിയിൽ വേട്ടയാടി? ശ്രീ ദിലീപിനെ 8 വർഷം, ഏകദേശം 7-8 വർഷം ഈ വ്യാജ പരാതിയിൽ വേട്ടയാടി. നമ്മൾ കോടതികളിൽ ഗാന്ധിജിയുടെ ചിത്രമൊക്കെ വെക്കുന്നതിന്റെ റീസൺ എന്താ? കോടതികളിൽ, ജയിലിൽ വെക്കുന്നതിന്റെ റീസൺ കള്ളം പറയുന്നുള്ളതാണ്. അന്നത്തെ ദിവസം ഓർത്തെടുക്കാൻ പറ്റുമോ? മുൻപിലിരുന്ന ആള് ഇത്ര നൈവാണോ? രാഹുൽ ഈശ്വർ ഇത്ര നൈവാണോ? നിങ്ങൾക്ക് ഇത്ര അറിയില്ല, അറസ്റ്റ് ചെയ്യും. ജാമ്യം നിഷേധിക്കുന്ന സ്ഥിതിയിൽ എന്ത് കള്ളവും പറയാം. വോട്ട് കിട്ടിയ സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ തിരിച്ചയച്ചു എന്ന് പറഞ്ഞോ? വളരെ സുതാര്യതയോട് നടക്കേണ്ട കോടതി വ്യവഹാരങ്ങൾ കൃത്യമായിട്ട് മറ്റു പലർക്കും വേണ്ടി മാറ്റപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടി വരികയല്ലേ? ദിലീപിന്റെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതായത് കൃത്യമായിട്ട് കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടല്ലോ. മുകളിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇതാണ് ആ ഫോട്ടോ. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന കേസുണ്ട്, അതിന് ഇതുവരെ കേസെടുത്തിട്ടില്ല. രാഹുൽ ഈശ്വർ ഒരു പെൺകുട്ടിക്കെതിരെ പറഞ്ഞു എന്ന് വ്യാജ പ്രചാരണം പോലീസ് അഴിച്ചുവിട്ട് എനിക്കെതിരെ കേസെടുത്ത് ഞാൻ 16 ദിവസം ജീവിക്കും. വിവാദങ്ങൾ എന്നും എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായിരുന്നു. വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ ഒരു സമയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എല്ലായിടത്തും അദ്ദേഹത്തെ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, ഏറെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ പ്രിയ പത്നി ദീപ രാഹുൽ ഈശ്വർ. രണ്ടുപേരുമാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിത്തിരിക്കുന്നത്. രണ്ടുപേർക്കും സുസ്വാഗതം. നമസ്കാരം. സുസ്വാഗതം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സുസ്വാഗതം. നമസ്കാരം. യുഗാണ്, ഇത് യാഗാണ്. രണ്ടുപേരുടെയും ഭാഗത്ത് നമസ്കാരം. നമസ്തേ. നമസ്കാരം പറഞ്ഞു. ഇങ്ങനെ നമസ്കാരം. എനിക്ക് നിന്നിലൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ രസമായിട്ട് പോകുന്നു. ഇതാണ് വീട്ടില്, ഇത് ബച്ചു, ഇത് പാച്ചു പോകുന്നു. ജോലി, പിന്നെ സാമൂഹിക കാര്യങ്ങൾ, അങ്ങനെ പല രീതികളിലായി അത് പോകുന്നു. ഇപ്പോ വിവാദകരമായ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു മാസമാണിത്, അല്ലെ? ഡിസംബർ അത്ര ശുഭകരമല്ല എന്ന് വേണം പറയാൻ. ശുഭകരമല്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഈ ഇവന്റ്സ് വിൽ കീപ് ഓൺ ഹാപ്പനിങ്. അതായത് സംഭവങ്ങൾ നിരന്തരമായിട്ടുണ്ടാകും. അതിന് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നമ്മളാണ് വിളിക്കുന്നത്. അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. കാര്യം ഞങ്ങളിപ്പോ ശബരിമലയ്ക്ക് വേണ്ടി ഇതേപോലെ നമ്മളെ 2-3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു. അങ്ങനെ 7-8 ദിവസം അവിടെയും ഇതുപോലെ നിരാഹാരവും മറ്റും കിടന്നു. ഇത്തവണ മെൻസ് കമ്മീഷന് വേണ്ടി നിരാഹാരം കിടന്നപ്പോ വെള്ളം കുടിച്ചില്ല. അപ്പൊ അന്ന് ഞങ്ങൾ വെള്ളം കുടിക്കുകയുണ്ടായി. അപ്പൊ അതൊരു പുതിയ ചലഞ്ചാണ്. അപ്പൊ നമുക്ക് ജീവിതവും ദൈവവും തരുന്ന, അല്ലെങ്കിൽ കാലവും തരുന്ന ഓരോ പരീക്ഷണങ്ങളാണ്. അതിനെ പോസിറ്റീവ്ലി എടുക്കണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അല്ല, എങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും തോന്നിയോ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ, അല്ലെ? ശബരിമല ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പോലെ അല്ല, ഇത് മറ്റൊരാളുടെ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ. ശബരിമല വിഷയത്തെ പോലെയോ അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് ഒരുപാട് പുരുഷന്മാരെ ബാധിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മളെ എല്ലാം കൺവിൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റ് പറയാം. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ പേരാണ്. ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം ഒരു വ്യാജ പരാതിയിൽ വേട്ടയാടി? ശ്രീ ദിലീപിനെ 8 വർഷം, ഏകദേശം 7-8 വർഷം ഈ വ്യാജ പരാതിയിൽ വേട്ടയാടി. ഇപ്പം കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധിന്യായം കൊടുത്തിട്ട് പോലും കോടതി അദ്ദേഹത്തിന് അനുകൂലമായ വിധിന്യായം കൊടുത്തിട്ട് പോലും ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടാനാണ് പലർക്കും താല്പര്യം. അപ്പോ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ കേസ്, നമ്മുടെ ആണുങ്ങൾക്കെതിരെ ഇതേപോലെ വ്യാജ കേസ് ഈസിയായി വന്നൂടെ? അത്തരം കാര്യങ്ങളാണ് നമ്മൾ യഥാർത്ഥം നോക്കേണ്ടത്. ശബരിമല വിശ്വാസത്തിന്റെ കാര്യമായിരുന്നു. ഇത് വിശ്വാസത്തെ മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, വിശ്വാസി, അവിശ്വാസി എല്ലാ പുരുഷന്മാരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വ്യാജ പരാതികൾ. അതിന്റെ ഇരകൾ ഒരുപാട് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലത്തിൽ കാണുകയും ചെയ്തു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അതേപോലെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കുടുംബം കണ്ടതുകൊണ്ട് ചോദിക്കുന്നതാണ്.
ആ ഒരു 10-15 ദിവസം ശരിക്കും മിസ് ചെയ്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും ആച്ചുവിനെയും ബച്ചുവിനെയും ദീപ അമ്മ നമ്മുടെ ഫാമിലി അതൊക്കെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. പിന്നെ നീ എന്തിനാ പിന്നെ അല്ല, അവൻ ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കും, നീ ചെയ്താൽ അംഗീകരിക്കല കേട്ടോ. നിനക്ക് 8 വയസ്സായി. അപ്പൊ ആ പക്വതയും പാകതയും നീ കാണിക്കണം. അപ്പൊ യാഗ് പറഞ്ഞ ഒരു വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അപ്പം പാച്ചു ദീപയുടെ കൂടെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത് പറഞ്ഞു? എന്റെ സോഷ്യൽ സയൻസ് ടീച്ചർ നാഷണൽ ലീഡേഴ്സിന്റെ സംസാരിക്കുവായിരുന്നു. അപ്പൊ പറഞ്ഞു നല്ലതല്ലാത്ത സാധനം ഹാപ്പൻ ചെയ്യുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യണം, യാഗന്റെ അച്ഛൻ ചെയ്ത പോലെ. അതായത് when bad things happen, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ചീത്തയായ കാര്യങ്ങൾ നടക്കുമ്പോൾ യു ഷുഡ് ക്വസ്റ്റ്യൻ. യാഗിന്റെ ഫാദർ ചെയ്ത പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പട്ടണം കിടക്കുമ്പോഴും ഏറ്റവും ഒരു ഊർജം തന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ്. ദീപ വളരെ ഇന്റലിജന്റ് ആയിട്ട് മോനെയും കൂടെ കൊണ്ടുപോകുന്നു. അറിയാം ഞാൻ മോനോട് വളരെ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ശ്രീ ദിലീപിന്റെ കാര്യം അന്ന് നമ്മൾ സംസാരിച്ചത്, നമ്മുടെ തർക്കത്തിൽ ഇത് വന്നു. ഇന്ന് കോടതി വിധി വന്നപ്പോ ഒരുപക്ഷെ 90% ആൾക്കാർക്ക് വ്യക്തമായി കാണും. ശ്രീ ദിലീപിനെതിരെ പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, മലയാള സിനിമ ഭരിച്ചിരുന്നത് ദിലീപാണ്. സൂപ്പർ സ്റ്റാർ കഴിഞ്ഞാൽ ഏറ്റവും ശക്തൻ ദിലീപാണ്. മലയാള സിനിമ ഭരിച്ച കോടീശ്വരനായ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്യാമെങ്കിൽ ഞാനും താങ്കളും കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എന്ത് സേഫ്റ്റി ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ തന്നെ ദീപയ്ക്ക് അറിയാം, പോലീസുകാർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് തന്നു കള്ളം പറഞ്ഞു, കോടതിയിൽ നോട്ടീസ് തന്നു കള്ളം എഴുതി കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മുടെ അത് എന്താ ചേട്ടൻ കൃത്യമായിട്ട് വീഡിയോ പറയുന്നുണ്ടായിരുന്നു. പ്രശ്നം എന്താ അറിയാമോ, നമ്മുടെ സിസ്റ്റം കള്ളം പറയാൻ തുടങ്ങിയ അതിന് അവസാനമില്ല. അവൻ ദീപ ആകട്ടെ, നമ്മുടെ ഫ്രണ്ട് ഒരു പ്രവീൺ ആകട്ടെ, അമ്മയാകട്ടെ, അങ്ങനെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയാണ് ഈ ജാമ്യം കിട്ടുന്നതിന്റെ റീസൺ പോലീസുകാർ കള്ളം പറയാ. എന്നിട്ട് ഒരു വ്യാഴാഴ്ച ഇലക്ഷൻ തീരുന്ന ദിവസം എനിക്ക് ജാമ്യം തന്നായിരുന്നു തീരുമാനിച്ചു, നമ്മുടെ 11-ാം തീയതി ഡിസംബർ. അപ്പൊ ആ ദിവസം ചുമ്മാ അവിടെ എന്നോട് ദേഷ്യമുള്ള അവിടുത്തെ ഒരു പ്രോസിക്യൂട്ടർ കയറി പറഞ്ഞു, ഇന്ന് എനിക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയില്ല, അതുകൊണ്ട് കേസ് തിങ്കളാഴ്ചത്തേക്ക് വെക്കണം, 4 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ. യഥാർത്ഥത്തിൽ പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തിരുന്നു, കള്ളം പറഞ്ഞതാ. അപ്പോ നമുക്ക് അല്ല, ഞാൻ ചോദിക്കുന്ന പ്രോസിക്യൂട്ടർക്ക് എന്താണ് ഒരു പ്രത്യേക വെഞ്ചൻസ് ഉണ്ടാവാനുള്ള കാരണം? 4 ദിവസം കൂടെ കിടക്കട്ടെ. കാര്യം ബേസിക്കലി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനൊരു CPM എടുക്കുന്ന ലൈനിന് എതിർ ലൈൻ എടുക്കുന്ന ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയും മറ്റുമായിരുന്നു. ഞാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലും CPM മുമ്പോട്ട് വെക്കുന്ന ഈ സ്ത്രീപക്ഷ നിലപാടിനെ എതിർക്കുന്ന വ്യക്തിയാണ്. അത് സ്ത്രീപക്ഷ നിലപാടിനോട് എതിർപ്പുള്ളതുകൊണ്ടല്ല, അതൊരു കപട സ്ത്രീപക്ഷ നിലപാടാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാടെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ നറേറ്റീവിനെ എതിർക്കുന്ന ഒരാൾ വെളിയിൽ വരണ്ട, ഇതുകൊണ്ടാണ് അവർ ഇടുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം കള്ളം പറയരുത്, അത്രേ ഉള്ളൂ. നമ്മൾ കോടതികളിൽ ഗാന്ധിജിയുടെ ചിത്രമൊക്കെ വെക്കുന്നതിന്റെ റീസൺ എന്താ? കോടതികളിൽ ജയിലിൽ വെക്കുന്നതിന്റെ റീസൺ കള്ളം പറയണമെന്നുള്ളതാണ്. പക്ഷെ ദീപ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അമിതമായ ഡയലോഗ് ഒന്നും വേണ്ട, കുറച്ച് ടോൺ ഡൗൺ ചെയ്യൂ, കുറച്ച് മര്യാദയ്ക്ക്. ഈ ഒന്ന് മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ദീപ വന്ന് കരഞ്ഞ് കാല് പിടിച്ചു, രാഹുൽ ഈശ്വരനോട് മിണ്ടാതിരിക്കാൻ ആജ്ഞാപിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ. അത് സത്യമാണോ ചേച്ചി? നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം. അല്ല, ഇനി ഒരു കാര്യം കൂടെ, ഈ എപ്പിസോഡിലെ യഥാർത്ഥ ഹീറോ ദീപയാണ്. കാര്യം അത്രമാത്രം ദീപ അതില് സ്ട്രോങ് ആയിരുന്നു, എഫേർട്ട് എടുത്തു. എന്നിട്ട് പോലീസുകാരനോട് പറഞ്ഞിടാ, നിന്നെ കടി ഒന്ന് സംസാരിക്കുന്നല്ലോ. അതുകൊണ്ട് ഇനി 2 പലർക്കും അറിയാത്തൊരു കൗതുകമാണ്, എന്നേക്കാൾ സീനിയർ ആങ്കർ ആണ് ദീപ. പിന്നെ അതായത് ഞാൻ TV വരുന്നതിനേക്കാൾ മുമ്പ് ഏകദേശം ഞാനൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. സൂര്യ TV-യിൽ എനിക്ക് തോന്നുന്നു സൂപ്പർ ജോഡിയോ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ദീപ അക്കാലത്ത് സ്ട്രോങ് ആയിരുന്നു. ഇതേപോലെ നാളെ നമ്മുടെ ഭർത്താവിനാകാം, അച്ഛനാകാം, സഹോദരനാകാം, സുഹൃത്തിനാകാം എതിരെ വ്യാജ പരാതി വരുമ്പോ സ്ത്രീകളാണ് സ്ട്രോങ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ചേച്ചിക്ക് എന്താണ് അതിന്റെ അഭിപ്രായം? അതായത് ആദ്യം അതിനു മുമ്പ് ചോദിക്കേണ്ട ഒരു കാര്യം, സ്വാഭാവികമായിട്ടും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഒരു 10-15 ദിവസത്തേക്ക് അതും ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനൊരു സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെയാണ് അത് തരണം ചെയ്തത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നോക്കിക്കണ്ടത്? അന്നത്തെ ദിവസം ഓർത്തെടുക്കാൻ പറ്റുമോ? പിന്നെ ചേട്ടൻ പറഞ്ഞ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടോ, പക്ഷെ ചേച്ചി പറഞ്ഞ അങ്ങനെ കൃത്യമായിട്ട് അതിന്റെ ഒരു ഒരുമിച്ച് വിളിച്ചോണ്ട് പോയത്. ഞാൻ ആക്ച്വലി അന്ന് ഞായറാഴ്ച ആയിരുന്നു, നവംബർ 30. അപ്പൊ ഞായറാഴ്ച എനിക്കൊരു ACV-യിൽ ഞാനൊരു ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ ചെയ്തിട്ട് ഉച്ചയ്ക്ക് തിരിച്ചെത്തിയിട്ട് ഞാൻ മോന് തിങ്കളാഴ്ച സ്കൂളുള്ളത് കൊണ്ട് അവനെ ഹോംവർക്ക് ഒക്കെ ചെയ്യണം. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, ബാ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കാന്ന് പറഞ്ഞ് അവനെ റൂമിൽ കയറ്റി ഞാൻ സെറ്റിലായി ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ബെല്ലടിക്കുന്നു. അപ്പോ ബെല്ലടിച്ചപ്പോ സത്യം പറഞ്ഞാൽ ആ സമയം ഒരു 3:34. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു
പാല് കൊണ്ടിരുന്ന ആളങ്ങനെ ആയിരിക്കും, ആ സമയത്ത് പാല് കൊണ്ടിരുന്ന ആളാണ്, അപ്പൊ ആയിരിക്കും എന്ന് വിചാരിച്ചു. നിങ്ങള് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടേ ഇല്ല അല്ലെ ഇന്നൊരു അറസ്റ്റ് നടക്കാൻ സാധ്യത ഒരു നോട്ടീസും തന്നിട്ടില്ല. നമ്മൾ ഇത്രയും ഇതായിട്ട് കളമറയുടെ കാര്യമില്ല, ഇത്രയും എല്ലാവരും തീർച്ചയായിട്ടും നടന്ന കാര്യം അതുപോലെ പറയാണ്. ബെല്ലടിച്ചു. അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുക. കുറച്ച് ഇപ്പം രാഹുൽ ചേട്ടനാണ് വന്നിട്ട് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റിനെ വിളിച്ചേക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം ഉണ്ടാവാനാ, ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്താണെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ഈ സ്റ്റെപ്പിന് മുകളിൽ നോക്കിയപ്പോ താഴേക്ക് നോക്കിയപ്പോ ഒരു ലേഡിയും പിന്നെ ഒരു 2-3 ഓഫീസേഴ്സ്, പക്ഷെ സിവിൽ ഡ്രസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നിരിക്കുക. അപ്പൊ എനിക്ക് അപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോഴും മനസ്സിലാവണില്ല പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം രാഹുൽ ചേട്ടൻ നല്ല വിട്ട് എന്നോട് അങ്ങനെ പറയുന്നില്ല, ടെൻഷൻ അടിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. എന്റെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സ്റ്റേഷനിൽ നിന്ന് വന്നത്. ഇപ്പൊ സൈബർ സ്റ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ ആണെന്ന് പോലുമുള്ള വിവരം എനിക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വിചാരിച്ചു സൈബർ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ മോളിൽ വന്നിങ്ങനെ നോക്കിയപ്പോ പോലീസ് യൂണിഫോം ഒന്നുമല്ല. അപ്പൊ എന്റെ മനസ്സിൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടായിരുന്നു പോലീസ് അല്ല, ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന കാര്യമായിരിക്കും ചേട്ടൻ പറഞ്ഞെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ചോദിക്കേണ്ട അവരടുത്ത് സാർ എനിക്കൊരു 7 മണിക്ക് ചർച്ചയുണ്ട്, അതിന് മുൻപ് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓർത്തു ഓക്കെ. അപ്പൊ അവര് പറയണ്ട ആ കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ വരാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു എന്റെ അടുത്ത്, ഞാൻ കൂടി വരട്ടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്നാ നീ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കുട്ടി വണ്ടിയില് ഞാനും ചേട്ടനും കൂടി, ഞാൻ വണ്ടി ഓടിച്ച് ചേട്ടനും കൂടി പോവാണ്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സാവാച ചിന്തിക്കുന്നില്ല ഒരു അറസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ നിയമം അറിയുന്ന ആളുകളുടെ അടുത്ത് ഞങ്ങളിത് പറയുമ്പോൾ പോലും നിയമം അറിയുന്ന ആളുകള് എന്റെ അടുത്ത് പറഞ്ഞു, അന്ന് ചേട്ടനത് കേട്ടില്ല, ചേട്ടൻ ജയിലിലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞ കാര്യം, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അന്ന് വാതിൽ തുറന്നതാണ്, രാഹുൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അനധികൃതമായിട്ട് കയറി വരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വക്രബുദ്ധിയിൽ ചിന്തിക്കുന്നില്ല, പോലീസ് തിരിച്ചു വിടാന്ന് പറഞ്ഞാൽ വിടും എന്നൊരു വിശ്വാസം. അപ്പൊ ഞങ്ങളുടെ ചോദ്യമാണ് മുൻപിലിരുന്ന ആള്, ഇത്ര നൈവാണോ രാഹുൽ ഈശ്വർ, ഇത്ര നൈവാണോ, നിങ്ങൾക്ക് ഇത്രയും അറിയില്ല അറസ്റ്റ് ചെയ്യും എന്നല്ല. ഞങ്ങൾ സാർ ഞങ്ങള് സഹായിച്ചു, ഞങ്ങളെ വിളിച്ചിട്ട് തിരിച്ചു വിടാം. നമ്മുടെ വക്രബുദ്ധി സ്ട്രൈറ്റ് ബുദ്ധി ഇത്രയും വളഞ്ഞു കെട്ടി നമ്മള് ഒരു നാട്ടിൽ ജീവിക്കാൻ നമ്മൾ ചെസ് കളിക്കൊന്നുമല്ലല്ലോ, സിമ്പിൾ ആയിട്ട് ജീവിച്ചുകൂടെ. ഇതിന്റെ പ്രശ്നം എന്താ അറിയാ, എല്ലാരും എല്ലാ സ്ഥലത്തും കള്ളത്തരം. ഈ സാധനത്തിന് എന്താ ആവശ്യം? അപ്പൊ അത്രയും ഇതായിട്ട് ഞങ്ങൾ പോയതാണ്. അതും പോയപ്പോ ഞങ്ങളുടെ ആദ്യം പറഞ്ഞു ഏത് ഓഫീസിലേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം, എന്നിട്ട് പിന്നെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. കമ്മീഷൻ ഓഫീസിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് പറഞ്ഞു. അപ്പൊ അവിടെ മീഡിയക്കാര് പെട്ടെന്ന് വന്നു. പിന്നീട് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നിട്ടും ചേട്ടന്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ. വൈകിട്ട് 7 മണിക്ക് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് 3-4 മണിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. 7 മണി ആയപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ. അപ്പോഴും ചേട്ടന്റെ അടുത്ത് പറയാണ് നിക്ക് വിളിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. അല്ല, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് വിളിച്ചു. അപ്പൊ വേറെ അടുക്കലായിരുന്നു ഫോൺ, എന്തായി എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചിരുന്നു. അപ്പം വേറെ ഒരു പുരുഷനാ ഫോൺ എടുത്തത്. ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. പിന്നെ അറസ്റ്റ് ആകുന്നതാണ് നമ്മൾ. പോലീസുകാരുടെ ഇനി വേറൊന്നും കൊണ്ടല്ല, പോലീസുകാരും ആദ്യം പറഞ്ഞ വകുപ്പുകളൊക്കെ മാറ്റി. അതായത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞു, ഇല്ലാന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു നോക്കി കള്ളാവെന്ന് മനസ്സിലായി. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു കേസ് കിടക്കണമല്ലോ എന്ന്. അല്ല, ഇതിന്റെ അകത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട എല്ലാ മലയാളികൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം എന്നുള്ള ഒരു ബോധത്തോടു കൂടി ആയിരിക്കില്ല സൈബർ പോലീസ് വന്നത്. അതിനുശേഷം ചേട്ടന്റെ വീഡിയോയും അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളുടെ ഓവർ അറ്റൻഷൻ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സിമ്പിൾ സാധനം പറയാം, പോലീസുകാര് മേളി എന്നുള്ള ഉത്തരവ് അനുസരിക്കുന്നവരാണ്. അതിപ്പോ ഞാൻ നാളെ പോലീസുകാരനായാലും നമ്മൾ തീർച്ചയായിട്ടും ഞാനിപ്പോ CIO SIO മേളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഉത്തരവുകൾ അനുസരിക്കാനേ പറ്റും. മേളിൽ നിന്ന് എന്താ ഉത്തരവ് പറയുന്നത്? എടാ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം ഇടും, എന്തെങ്കിലും വകുപ്പ് കണ്ടുപിടിക്കും, 2 ദിവസം ഇടും. ഇതാണ് പറയുന്നത്. പിന്നീട് ഒരു വകുപ്പ് പിന്നീട് അത് കണ്ടുപിടിക്കുന്നതാണ്. എന്തെങ്കിലും ഒക്കെ വകുപ്പ് കണ്ടുപിടിച്ച് എന്നിട്ട് ഈ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ നിയമത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ട്രയൽ സ്റ്റേജിൽ പോലീസിനും പ്രോസിക്യൂഷനും കള്ളം പറഞ്ഞാൽ ജയിക്കാൻ പറ്റില്ല. കാര്യം മറു ചോദ്യം ഉണ്ടാകും. പക്ഷെ ജാമ്യം നിഷേധിക്കുന്ന സ്റ്റേജിൽ എന്ത് കള്ളവും പറയാം. കാര്യം എന്നിട്ട് ബിജു മേനോൻ പറയുന്നത് പോലെ ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ മതി. അതായത് രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരും ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടത്രേ. ആ ഗൂഢാലോചനയെ കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ഒരാഴ്ച വേണം. അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. ഇപ്പം കോടതി പറയാൻ ഒരാഴ്ച ഒന്നും വേണ്ട, ഒരു 4 ദിവസം. ഇതാണ് സ്ഥിരമുള്ള പരിപാടി. രണ്ടാഴ്ച ചോദിക്കും. 2 തവണ ബെയില് റിജക്റ്റ് ആയിട്ട് 3rd ടൈം എന്തോ റീപോസ്റ്റ് ചെയ്തു ബെയിലിന്റെ ഹിയറിംഗ്. ആ ടൈമില് വന്ന പ്രോസിക്യൂഷൻ ഹാഡ് ദി ഹാഡ് ദി audacity to tell the honorable court that
അന്ന് 6-ാം തീയതിയാണ് ശനിയാഴ്ച. എനിക്ക് ഡേറ്റ് അത്ര കൃത്യമായിട്ട് ഓർമ്മ. 6-ാം തീയതി ശനിയാഴ്ചയാണ്. ഞായറാഴ്ച പിന്നെ ഇതില്ല, ഞായറാഴ്ച ഇല്ല, ചൊവ്വാഴ്ച ഇലക്ഷൻ വരികയാണ് 9-ാം തീയതി. അപ്പം ഈ പ്രോസിക്യൂഷൻ പറയാണ് ദാറ്റ് ഞങ്ങൾക്ക് 10-ാം തീയതി മുതല് ആളുടെ കസ്റ്റഡി വേണം. കോടതിയിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും കേട്ടു ഞങ്ങൾക്ക് 10-ാം തീയതി മുതൽ. അപ്പം ജഡ്ജി ചോദിച്ചു 10-ാം തീയതി മുതൽ, ഇപ്പൊ ദിസ് ഇസ് ഓൺലി 6th അല്ല 9th ഇലക്ഷൻ. അപ്പൊ ഞങ്ങളുടെ അഡ്വക്കേറ്റ് എന്നിട്ട് ചോദിക്കുകയാണ്, സി നിങ്ങൾക്ക് ഇനഫ് ഫോഴ്സസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എടുത്ത് കാരണം ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി അത് കണ്ടിരിക്കുന്ന എന്റെ ഒരു അവസരം നമ്മൾ കോടതിയിൽ ഇരിക്കുകയാണ് ജസ്റ്റ് ഫോർ ദാറ്റ്. അതേപോലെ തേഴ്സ്ഡേ ഇലക്ഷൻ കഴിഞ്ഞ്, ട്യൂസ്ഡേ കഴിഞ്ഞ്, വെനസ്ഡേ കഴിഞ്ഞ്, തേഴ്സ്ഡേ എല്ലാം ചെയ്തു. തേഴ്സ്ഡേ ജാമ്യം കിട്ടിയേ പറ്റൂ, ലൈക്ക് ലോജിക്കലി നോക്കുകയാണെങ്കിൽ കിട്ടിയ ഇലക്ഷന് മുമ്പുള്ള സ്റ്റണ്ട് ആയിരുന്നല്ലേ സത്യസന്ധമായിട്ട് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 6 ദിവസം കഴിഞ്ഞ് ഇലക്ഷന് ശേഷം മതി എന്ന് പറയുന്നത് ഒരു പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെഷൻസ് കോർട്ടിൽ ഞങ്ങൾ പോയിരിക്കുകയാണ്. സെഷൻസ് കോർട്ടിൽ ഇരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പറയുന്നു. അപ്പോഴത്തേക്കും ജഡ്ജി പറയാണ് ഓക്കെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, സോ റീപോസ്റ്റ് ടു 15th. അതായത് ദിസ് ഇസ് ഹാപ്പനിങ് ഓൺ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ റീപോസ്റ്റ്. ഞങ്ങൾ ചോദിച്ചു റിപ്പോർട്ട് കിട്ടിയ നാളത്തേക്ക് ചെയ്തൂടെ? ആൻഡ് ദ റിപ്പോർട്ട് വാസ് ഓൾറെഡി ദേർ. റിപ്പോർട്ട് ഓൾറെഡി ഉണ്ട്, അതാണ് പോയിന്റ്. റിപ്പോർട്ട് കിട്ടി, കള്ളം പറഞ്ഞതാ. റിപ്പോർട്ട് കിട്ടി, കോടതി കള്ളം പറഞ്ഞു. കോടതിയല്ല, റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ. എന്തോ കാരണവശാൽ പ്രോസിക്യൂഷന്റെ കയ്യിൽ ആ സമയം കിട്ടാതിരിക്കും. അല്ല ആ സമയത്ത് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ കള്ളം പറഞ്ഞാൽ അത് നമ്മുടെ എതിർഭാഗം വക്കീലിന് കൃത്യമായിട്ട് ബാധിച്ച് ഉന്നയിച്ചൂടെ? അല്ല ഞാൻ ചോദിക്കുന്നത് കോടതിയിൽ ഞാനിപ്പോ നിലവിൽ LLB പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് എന്റെ കൂടിരുന്ന പോലീസുകാർ, അതായത് എന്നെ പിന്നെ തിരിച്ച് ജയിലിലോട്ട് കൊണ്ടുപോയി, ഇവരാണോ നിൽക്കുന്നത്. എന്റെ കൂടിരുന്ന പോലീസുകാർ ദേഷ്യത്തോടെ, ഇറിറ്റേഷനോടെ ആ അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നതല്ലേ? പെട്ടെന്ന് എന്ത് പറഞ്ഞതറിയോ? അടുത്താണ് കേട്ട് പഠിച്ചോണം, ഭാവിയിൽ പറഞ്ഞുകൂടാത്ത ഞാൻ ക്ലാരിഫിക്കേഷൻ വേണ്ടി തിരിച്ചയച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ കാര്യമാണ്, ക്ലാരിഫിക്കേഷൻ തിരിച്ചയച്ചു റിപ്പോർട്ട്. പക്ഷെ കോടതിയിൽ കിട്ടിയില്ലെന്നാ പറഞ്ഞു. അപ്പൊ രണ്ടായില്ലേ, അത് 2 പാലത്തിൽ ചവിട്ടിയത് പോലെ ആയില്ലേ? ആക്ച്വലി ആര് ഇവിടെ പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞു അല്ല, സംതിങ് ഹാസ് ഹാപ്പൻഡ്. സംബഡി ദീപ ടോൺ ഡൗൺ ചെയ്ത് പറയുകയാണ് പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞാണ്. പക്ഷെ ദീപ ഇനി അങ്ങനെ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നം ഇനി അടുത്തൊരു കോടതിയിലെ കേസോ കാര്യങ്ങളോ ഉണ്ടാകും. അല്ല സത്യസന്ധമായിട്ട് പറയൂ, അങ്ങനെ പറഞ്ഞോ ഞങ്ങളുടെ മുൻപ് വെച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന റിപ്പോർട്ട് കിട്ടിയ സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ തിരിച്ചയച്ചു എന്ന് പറഞ്ഞോ? കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അല്ല അപ്പൊ അതിന്റെ ഒരു നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി അപ്പൊ അതെങ്ങനെ രാവിലെ എങ്ങനെ അറിയുന്നത്? ഒരു കോടതിയിൽ എന്നെ കൊണ്ടുവരുമ്പോ എന്റെ കൂടുള്ള പോലീസുകാരൻ ഞാൻ കേൾക്കുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ജഡ്ജിയുടെ അവിടെ ഇട്ടിട്ട് മറ്റേടത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നതാണ്. ഇത് ഞങ്ങൾ എല്ലാം കണ്ടൊരു കാര്യമാണ്. പക്ഷേ പുള്ളി കയറിയിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെന്ന് പറഞ്ഞത് പോലീസുകാരെ ചോദ്യം ചെയ്തപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് മാറ്റി. ഈസി അല്ലേ? അതായത് കോടതി എങ്കിൽ പോലും പോലീസാണോ പ്രോസിക്യൂഷൻ നമുക്കറിയില്ല. അല്ല അപ്പൊ നമ്മളും അപ്പൊ അതിന്റെ അകത്ത് ഒരു മലയാളി എന്ന രീതിയിൽ എനിക്കും സംശയം തോന്നുകയാണ്. അതായത് വളരെ സുതാര്യതയോട് നടക്കേണ്ട കോടതി വ്യവഹാരങ്ങൾ കൃത്യമായിട്ട് മറ്റു പലർക്കും വേണ്ടി മാറ്റപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടി വരികയല്ലേ? സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അല്ലേ? ചിന്തിക്കേണ്ടി വരികയല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഷുഗർ കോട്ട് ചെയ്ത് ആർക്കും വേദനിക്കാത്ത രീതിയിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാം. കാര്യം അത് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചാ ശരിക്കും സത്യം മാത്രം പറയേണ്ട സ്ഥലമാണ് കോടതി. സത്യത്തിന്റെയും നീതിയുടെയും കേന്ദ്രം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ പ്രശ്നം പലപ്പോഴും പറ്റുന്നത് അർത്ഥസത്യങ്ങളാണ് പല ആൾക്കാരോട് പറയുന്നത്. കള്ളങ്ങളെന്ന വാക്കേ ഉപയോഗിക്കുന്നില്ല. ദീപയ്ക്ക് മാത്രമല്ല, എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞു നിങ്ങൾ കള്ളമെന്നോ പച്ചക്കള്ളമെന്നോ പറയരുത്, പറയണമെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവർ പറഞ്ഞു എന്ന് പറയണോ? അപ്പൊ അങ്ങനെ ഞാൻ പറയാം, വസ്തുതാവിരുദ്ധമായ അർത്ഥസത്യങ്ങളാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. അതിന്റെ സത്യം കാര്യം. മറ്റേത് ഇമോഷണൽ ലാംഗ്വേജ് ആണ്, അത് പറയാൻ പാടില്ല. അതുകൊണ്ട് അവിടെയുള്ള പ്രോസിക്യൂട്ടർ കള്ളം പറഞ്ഞില്ല, പകരം വസ്തുതാവിരുദ്ധവും മിസ്ലീഡിങ്ങുമായ അർത്ഥസത്യങ്ങളാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. ഇതാണ് എന്റെ വാസ്തവം. ഇതില് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായ കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒരു പെറ്റീഷൻ കൊടുത്തു, ആസ്കിംഗ് ടു അഡ്വാൻസ് ദ കേസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ, അറ്റ്ലീസ്റ്റ് 2-3 days നേരത്തെ ഇറങ്ങാമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് വെച്ചാൽ ദർ ഇസ് നോ എർജൻസി ടു അഡ്വാൻസ് ദിസ് കേസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് എനിക്ക് നിയമം അറിയാത്തതുകൊണ്ടാവാം, പക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദ്യം വെച്ചാൽ ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലിബർട്ടി ഏർജന്റ് അല്ലെങ്കിൽ പിന്നെ കോടതിക്ക് എന്താണ് ആദ്യം എന്നുള്ളത് ചോദിക്കാതിരിക്കും. കോടതി ചാലഞ്ച് ചെയ്യുന്നതല്ല. ഇതിന്റെ എല്ലാം ബേസ് സ്റ്റേഷൻ ജാമ്യം തരാവുന്ന കേസ്.
സ്റ്റേഷൻ ജാമ്യം തീർച്ചയായിട്ടും വെറൊരു സൈബർ കേസേ ഉള്ളൂ ഇത്. അതും കൃത്യമായിട്ട് തെളിവില്ലാത്ത കേസാണ്. അത് നമ്മൾ എത്ര ഇനി ഒരു കാര്യം കൂടെ, തെളിവില്ലാത്തെന്നുള്ള കള്ളക്കേസല്ല, വസ്തുതാവിരുദ്ധമായ കേസ് എനിക്കെതിരെ നടന്നത്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ ഇറങ്ങിയപ്പോഴും ദീപയും നമ്മുടെ അഡ്വക്കേറ്റ് വിളിച്ച് ചില വാക്കുകൾ നിങ്ങൾ പറയരുത്, നിങ്ങൾക്കെതിരെ കള്ളക്കേസാന്ന് പറയാം. ഞാൻ ചോദിച്ചു വസ്തുതാവിരുദ്ധമായ കേസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ എടുത്താൽ കേട്ടോ, ഞാൻ കള്ളക്കേസിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ വസ്തുതാവിരുദ്ധമായ തെളിവുകളില്ലാത്ത ദുരാരോപണങ്ങൾ ഉന്നയിച്ച കേസ്. അതാണ് യഥാർത്ഥത്തിൽ ആർക്കും കാണാം. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നില്ല, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇത് പിന്നീട് ഇത് രണ്ടും നിൽക്കാത്തോണ്ട് വേറൊരു വകുപ്പിടുന്നു, സെക്ഷലി കളർഡ് റിമാർക്സ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി എന്ത് കള്ളവും പറയാം. ഇനി അടുത്ത പറയാൻ പോകേണ്ട സീരിയസ് ആണ്. ഇത് രാഹുൽ ഈശ്വർ 16 ദിവസമേ കിടന്നുള്ളൂ, ശ്രീ ദിലീപ് 85 ദിവസം കിടന്നു. എനിക്കെതിരെ ഇത്രയും മിനിമമായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷേ ശ്രീ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ആരാണ്? രാഹുൽ ഈശ്വർ അല്ല, കേരള പോലീസിന്റെ DGP ആയ, കേരളത്തിലെ വൺ ഓഫ് ദി ഫസ്റ്റ് വനിതാ IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായ ശ്രീലേഖ IPS, ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ മേയറോ ആവാൻ പോകുന്ന ശ്രീലേഖ IPS പറയുകയാണ് പോലീസ് വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. പിന്നെ നമ്മളോട് ഈ കാണിക്കുന്നതിന് എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? അതിന്റെ കാരണം എന്താ അറിയാം? അത് പോലീസിന്റെയും കുറ്റമല്ല. ഇവിടെ പ്രശ്നം എന്താ അറിയാം? അല്ല, അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ രാവിലെ ഭയങ്കരമായിട്ട് ഷുഗർ കോട്ട് ചെയ്യുന്നു. അത് പോലീസിന്റെ തന്നെ തെറ്റല്ലേ? അത് നമ്മൾ തുറന്നു പറയാൻ എന്താ തെറ്റ്? പ്രശ്നമല്ലെന്ന് പറയാനുള്ള കാരണം എന്താ അറിയാമോ? പോലീസ് ഫോഴ്സ് ഡിസിപ്ലിനുള്ള ഉത്തരവുകൾ അനുസരിക്കേണ്ട ഫോഴ്സാണ്. ആ ഉത്തരവുകൾ, അതായത് ഫസ്റ്റ് ഒബേ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ ദിലീപിന്റെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതായത് കൃത്യമായിട്ട് കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടല്ലോ. അപ്പൊ അതിനും കൃത്യമായിട്ട് മുകളിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൃത്യമായിട്ട് അത് ആരാ ചെയ്തതെന്ന് അവരുടെ പേര് ഞാൻ പറയുന്നില്ല, ആരാ ചെയ്തെന്ന് ഞാൻ സൂചന പറയാം. അല്ല, അത് ദിലീപേട്ടൻ തന്നെ കോടതി നമ്മുടെ DGP ആയ ശ്രീലേഖ മറ്റൊരു DGP പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പ്രശ്നം ആരാ? ഫോട്ടോഷോപ്പ് ചെയ്തവനാണോ? അല്ല, അവൻ ഉത്തരവിട്ട ആളാണ്. ഉത്തരവിട്ടതാണ്. അതായത് ഇപ്പൊ മേളില് ഞാനോ നിങ്ങളോ ഒക്കെ പോലീസ് ഫോഴ്സിലാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണിരിക്കട്ടെ, മേലിൽ നിന്ന് വിളിച്ചു പറയാണ് ഇങ്ങനെ ഒരു വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ അല്ല, ആ താഴെ ഇരിക്കുന്ന പാവം പോലീസുകാരെ, പലരും എന്നോട് പറഞ്ഞു പോലീസുകാരെ എങ്ങനെയെങ്കിലും തിരിച്ച് കംപ്ലൈന്റ് കൊടുക്കണം, ദ്രോഹിക്കണം. അവരെന്ത് ചെയ്യാനാണ്? ഈ പോലീസുകാരല്ല അവിടെ പ്രശ്നം, പക്ഷെ പകരം ആ ഉത്തരവിടുന്ന ആൾക്കാരാണ്. ആ ഉത്തരവിടുന്ന ആൾക്കാർ അമിതാധികാര പ്രയോഗവും അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗവും നടത്തുന്നതാണ്. ഇനി അതെന്തുകൊണ്ട് നടത്തുന്നതാണ്? സമൂഹത്തിൽ മറ്റും ആ സ്ത്രീയോടൊപ്പമാണ്, കപട സ്ത്രീപക്ഷവാദം പറഞ്ഞാൽ ഒരു സ്വീകാര്യത ലഭിക്കും. അതുകൊണ്ടാണ് ഈ കള്ളം ചെയ്തത്. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബഹുമാനപ്പെട്ട കോടതി അതിലെ വനിതാ ജഡ്ജി പറയുന്ന കള്ളങ്ങൾ മുഴുവൻ പൊളിച്ചടക്കി 1710ഓളം പേജുള്ള ഒരു വിധിന്യായം തന്നിട്ടുണ്ട്. ഇന്ന് പോലും ശ്രീ ദിലീപിനെ ആക്രമിക്കാനാണ് പലർക്കും താല്പര്യം. അതിൽ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ആ കേസിനെ കുറിച്ച് വളരെ നിഷ്പക്ഷമായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്ന രീതി ചോദിക്കുകയാണ്. ഒരു കാര്യം കൂടെ, എന്റെ വെളിയിലിറങ്ങിയപ്പോ ഞാൻ വെളിയിലിറങ്ങിയപ്പോ എന്റെ വിധി കിട്ടുന്നതിനേക്കാൾ താല്പര്യത്തോടെ ഞാൻ അന്വേഷിച്ചത് ദിലീപേട്ടന്റെ വിധി എന്താണ് നിരപരാധിയായിട്ട് കോടതി തന്നെ വിധിക്കുകയും ചെയ്തു. വർഷം വേട്ടയാടപ്പെട്ടു. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ദിലീപേട്ടൻ പൂർണ്ണ തെറ്റുകാരനല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. എന്നിരുന്നാൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇത് ഫോട്ടോഷോപ്പ് ആണ് എന്നുള്ളത് കോടതി അംഗീകരിച്ചോ? അല്ല, എന്താ ഇതിന് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കേസ് നടത്തും. എങ്ങനെയാണെന്നറിയാമോ? ഒന്ന് കോടതിയിലും ഒന്ന് മാധ്യമങ്ങളിലും. തീർച്ചയായും. ഇപ്പം താങ്കൾ അടക്കം പൂർണ്ണമായി കുറ്റവിമുക്തല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും സൈക്കോളജി എന്താ അറിയാമോ? 10 പറഞ്ഞാൽ 3 കാണുമെന്ന് പറയും. അതായത് ഒരാൾക്കെതിരെ 10 വകുപ്പോ 10 കുറ്റങ്ങളോ പറഞ്ഞാൽ 3 കാണുമല്ലോ. ഇത് നമ്മളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനതാ പറയുന്നത്. രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കും. അല്ല, ഞാൻ ദിലീപേട്ടൻ ഒരിക്കലും തെറ്റുകാരനാണെന്നും പറയുന്നില്ല, തെറ്റുകാരനല്ല എന്നും പറയുന്നില്ല. അതിന്റെ നടുക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കുറെയൊക്കെ സാഹചര്യ തെളിവുകൾ ഉണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് തെറ്റുകാരനാണ്. ഇതാണ് ആ ഫോട്ടോ. അറിയില്ല, ഇത് 2 ഫോട്ടോ ചേർത്ത് വെക്കുന്നതല്ലേ? ഞാൻ അഹങ്കാരം പറയല്ല, എന്റെ മോൻ പാച്ചു നിന്നെക്കാട്ടി നന്നായിട്ട് ഫോട്ടോഷോപ്പ് ക്യാൻവേ ചെയ്യും. അതായത് ഈ 2 ഫോട്ടോകൾ സത്യത്തിനോട് ഈ 2 ഫോട്ടോകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 ഫോട്ടോകൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്, ആർട്ടിഫിഷ്യലി ചേർത്ത് വെച്ചിരിക്കുകയാണ്. 2ലും ഓരോ റൗണ്ട് ഇട്ടു. എന്നിട്ട് കോടതിയിൽ എന്ത് പറയാനറിയാമോ? ശ്രീ ദിലീപും പൾസർ സുനിയും കൂടി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു ഏറ്റവും വലിയ തെളിവ് ആ സമയത്ത്. 2016 ഇതായിരുന്നു. ദൈവത്തിന്റെ കൈ. എന്തൊരു കള്ളത്തരമാണ്! ഇത്രയും പുറകെ നിൽക്കുന്നവര് പൾസർ സുനി ആണെന്ന് പോലീസുകാർ മഷിയിട്ട് കണ്ടുപിടിച്ച.
കള്ളം പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? നാട്ടുകാരെ പറ്റിക്കുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നോക്കിയാലും അത് ഇത് പൾസർ സുനിയാണെന്ന് പോലീസുകാർ മഷിയിട്ട് കണ്ടുപിടിച്ച അപ്പൊ എന്ത് ചെയ്യും? ഇത് താങ്കളാണ് കോടതി എന്നിരിക്കട്ടെ, ബഹുമാനപ്പെട്ട കോടതി, ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് നിൽപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഞങ്ങളുടെ ലഭിച്ചിട്ടുണ്ട്. ശ്രീ ദിലീപ് വെളിയിലിറങ്ങിയാൽ ഈ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. 4 ആഴ്ച ദിലീപ് ജാമ്യം കൊടുക്കരുത്. കോടതി പറയാം 4 ആഴ്ച ഒന്നുമില്ല, 2 ആഴ്ച ജയിലിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അങ്ങനെ 85 ദിവസം ശ്രീ ദിലീപ് കടന്നു. ഇതേപോലെ മറ്റൊരു കള്ളക്കേസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായ ഷാറൂഖ് ഖാന്റെ മകൻ 26 ദിവസം, ആര്യൻ ഖാൻ 26 ദിവസം ജയിലിൽ കിടന്നു. നമ്മുടെ നാട്ടിൽ ഈ അനീതി നമ്മുടെ കൂടെ ഉള്ളവരോട് നടക്കരുത്. ശ്രീ ഷാറൂഖ് ഖാന്റെ മോനെ ജയിലിലിടുന്നതിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താ? കണ്ടോ, അവനെ ഞാൻ ജയിലിലിട്ടിട്ടുണ്ട് എന്ന് സമീർ വാങ്കഡെ എന്ന കള്ളക്കേസ് എടുത്ത ഉദ്യോഗസ്ഥന് പറയാനാണ്. ആ കള്ളക്കേസ് എടുത്ത ഉദ്യോഗസ്ഥന് പോലും ആരോപണം എന്താ അറിയാമോ? ഷാറൂഖ് ഖാന്റെ മകനായ ആര്യൻ ഖാന്റെ സുഹൃത്തിന്റെ സോക്സിൽ നിന്നും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചു. അതായത് ഷാറൂഖ് ഖാന്റെ മോന്റെ റിക്കവറി ഉണ്ടെന്ന് അയാൾക്ക് പോലും പകരം സുഹൃത്തിന്റെ സോക്സിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ തമ്മിലുള്ള ഗൂഢാലോചന അന്വേഷിക്കും. ഇത് കേട്ടാൽ കോടതിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയകളുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയി. എന്തിനാ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയി? ഒരു ബന്ധവുമില്ല. എന്റെ ലാപ്ടോപ്പ് ഫോൺ എടുത്തോണ്ട് പോയി. എന്തിനാ? ഒരു ഗുമ്മിരിക്കട്ടെ. ഇതൊരു മേക്ക് ബിലീഫാണ്. ഇതിൽ നിന്ന് മാറണം നമ്മുടെ കോടതി. കോടതിയല്ല, നിയമ സംവിധാനം. ഇതിൽ നിന്ന് മാറുകയും നമ്മുടെ സിസ്റ്റം ബെറ്റർ ആകുകയും സത്യത്തിനെ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇപ്പൊ നിങ്ങൾ എല്ലാം കേട്ടിട്ടുള്ള കാര്യം, ഡിവൈ ഞാനും തർക്കിച്ചിട്ടുള്ള കാര്യമാണ്. ഹാഷ് വാല്യൂ മാറി. നമ്മുടെ എന്ന് പറഞ്ഞു ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? ഹാഷ് വാല്യൂ ഈ കേസ് തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഒന്നുമില്ല. സാധാരണക്കാരന് ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞ് എന്താന്ന് പോലും അറിയില്ല. അപ്പൊ അവന് എന്തോ വലിയ തട്ടിപ്പ് ഇതിൽ സംഭവിച്ചു. ഇനി ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കൊരു 50-50 ആയിരിക്കും. ചിലപ്പോ ശരിയാണോ തെറ്റാണോ? എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളാണ്. 0-100 എന്നുള്ളൊരു സാധനം പറയാം. 0-100 എന്നുള്ള സാധനം. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. അതൊക്കെ ചുമ്മാ. അതെന്താ? തീർച്ചയായിട്ടും ഞാൻ പിന്നെ അടുത്ത ചോദ്യം, 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് കൊട്ടേഷൻ എടുത്തുന്ന് കള്ളക്കേസ് എടുക്കുന്ന പോലീസിന് ദിലീപിനെ ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് എഴുതി ചേർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പോലീസുകാരെ കൊല്ലാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്ന് കള്ളക്കേസ് എടുക്കുന്ന പോലീസിന് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് ദിലീപ് എന്ന് എഴുതി ചേർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ പച്ചക്കള്ളമാണ്. നാട്ടില് ദിലീപിന് സേഫ്റ്റി ഇല്ലെങ്കിൽ, നിവിൻ പോളിക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ, ഉമ്മൻചാണ്ടിക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ, സിദ്ദിഖിന് സേഫ്റ്റി ഇല്ലെങ്കിൽ, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്കൊക്കെ എന്ത് സേഫ്റ്റിയാ ഉള്ളത്? ഇതാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ പ്രശ്നം. കാരണം ജാമ്യത്തിന്റെ സമയത്ത് എന്ത് കള്ളവും പോലീസും പ്രോസിക്യൂഷനും പറയും. അത് പാടില്ല. അത് തടയാൻ കോടതികൾ കുറെ കൂടെ ശക്തമായ നിലപാട് വേണം. മാധ്യമങ്ങൾ കുറച്ച് ഇപ്പം പെട്ടെന്ന് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന പാട്ടുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസെടുത്തു. എനിക്കൊക്കെ ഇട്ട വകുപ്പുകൾ ഇരട്ടി അത് കേട്ട് ചിരിച്ചിരിച്ച് മരിച്ചവരായിരിക്കും ഈ മലയാളികളല്ല. അല്ല, ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് എടുക്കാൻ തീരുമാനിച്ചവൻ മണ്ടെന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. എടുക്കാൻ തീരുമാനിച്ചവൻ എത്ര മണ്ടനല്ല, തിരുമണ്ടൻ. അല്ലെ, ഞാൻ പറയുന്നില്ല. എടുക്കാൻ തീരുമാനിച്ചവൻ എത്ര വിവരമില്ലാത്തവരായിരിക്കും. അതായത് ഈ കേസിൽ നിയമോപദേശം കൊടുക്കുകയാണ്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നു പറഞ്ഞവൻ എന്ത് വിവരവും ബോധവും ഇല്ലാത്തവനായിരിക്കും. എന്നിട്ട് മെറ്റയ്ക്ക് കത്തയച്ചു. അതായത് ഫേസ്ബുക്കിന് യൂട്യൂബിനടക്കം കത്തയച്ചു എടുത്തു കളയണത് എന്തിന്? മതവികാരം കുഴപ്പമില്ല. ഇങ്ങനെ കള്ളം പറയാൻ നമ്മുടെ പോലീസിന് സ്പേസ് കൊടുക്കരുത്. ഇനി എനിക്കത് വലിയ ഭാഗ്യമുള്ളത്, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം രാഹുൽ ഈശ്വറിനെ അടക്കം 16 ദിവസം ജയിലിലിട്ടതിന് ശേഷം ഈ കേസ് എടുക്കുകയാണ്. ഇതിന് തിരിച്ചടി ഉണ്ടാവും എന്ന് മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ നിലപാട് പറയുകയും ആ കേസ് പിൻവലിക്കുകയും ചെയ്തു. രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാനുള്ളൊരു വടിയായി നമ്മുടെ പോലീസ് സംവിധാനം മാറരുത്. നാളെ ആരും സേഫ് അല്ല. അതായത് നാളെ കോൺഗ്രസ് വരാം, BJP വരാം, ആപ്പ് വരാം, CPM വരാം, ലീഗ് വരാം, വേറെ ഏതാ പാർട്ടി, ഏത് പാർട്ടി ആണെങ്കിലും വരാം. ആരും സേഫ് അല്ല. ആഭ്യന്തര വകുപ്പ് കുത്തെഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ അകത്ത് അത് വർഷങ്ങളായിട്ട് നമ്മൾ വൻ പരാജയമാണ്. ഇനി ലഭ്യമായ എനിക്കറിയില്ല, ഇനി ഞാൻ കേസ് എടുത്തോന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടു കാണുമല്ലോ. അതിന് ഇതുവരെ കേസെടുത്തിട്ടില്ല. കേസെടുത്തിട്ടില്ല. രാഹുൽ ഈശ്വർ ഒരു പെൺകുട്ടിക്കെതിരെ പറഞ്ഞു എന്ന് വ്യാജ പ്രചാരണം പോലീസ് അഴിച്ചുവിട്ട് എനിക്കെതിരെ കേസെടുത്ത് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നു. അതിന്റെ അകത്ത് യാഥാർത്ഥ്യം ഏതൊരു മലയാളിക്കും, അത്യാവശ്യം ബോധമുള്ള ഒരു മലയാളിക്ക് മനസ്സിലാവും. അതൊക്കെ ഇലക്ഷൻസ് ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് ആ വ്യക്തി അതേ ഉള്ളൂ.
ആ പോലീസുകാരൻ അവര് ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നു, അയാൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു, പോട്ടെ. ഒരു സ്ത്രീയുടെ മുഖത്തടിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലീസ് ഇതുവരെ കേസെടുത്തു. സസ്പെൻഷനിലായെന്ന് തോന്നുന്നു. അതിന് മുഖമിരിക്കൽ പരിപാടിയാ. നീ ഒരു കാര്യം ചെയ്യും, 1 മാസം മാറി നിൽക്കും, നിനക്ക് സസ്പെൻഷൻ 1 മാസം മാറി നിൽക്കുക, കേസൊക്കെ തണുത്തിട്ട് തിരിച്ചു തന്നാൽ. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മർദ്ദിച്ച വ്യക്തി തിരിച്ചു കയറിയില്ലേ? തിരിച്ചു കയറിയില്ല, സസ്പെൻഷൻ കഴിഞ്ഞ എനിക്ക് തിരിച്ചു കയറിയെന്നാ തോന്നുന്നു. നമ്മുടെ പോലീസ് രാഷ്ട്രീയ വിമുക്തമാകണം. എന്നാൽ മാത്രമേ, ഇത് ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, നാഷണൽ ലെവലിൽ എല്ലായിടത്തും അരവിന്ദ് കേജ്രിവാൾ പോലെ, അരവിന്ദ് കേജ്രിവാളിനോട് യുപിയിൽ എന്താ നടക്കുന്നത്, 100 കാര്യങ്ങൾ ഉണ്ടാകാം അരവിന്ദ് കേജ്രിവാളിനോട്. പക്ഷേ സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കും. ആ മനുഷ്യനെ എത്ര കാലം ചെയ്യുന്നു? അതായത് രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായി ഇത് മാറും. ഇനി എങ്ങനെയാണത് കോടതി, അതും കൂടെ അറിഞ്ഞിരിക്കണം. കോടതികൾ ഫെയർ ആണ്, കോടതികളാണ് ഏറ്റവും വിശ്വാസമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ കോടതിയിൽ വരുമ്പോൾ പോലീസ് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കാൻ ഞങ്ങൾക്ക് 6 ആഴ്ച വേണം, അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. കോടതി ബാലൻസ് എടുത്തിട്ട് പറയും ഓക്കെ 3 ആഴ്ച. ഇനി 2 ഏതെങ്കിലും സാർ ഇവരുടെ ഈ ഇടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും, ദിലീപിന്റെ മൊബൈൽ ഫോൺ 6 വർഷം മുമ്പത്തെ മൊബൈൽ ഫോൺ എവിടെ? ഭയങ്കരമായിട്ട് നമ്മുടെ ചാനൽ എവിടെ ഉണ്ട് 6 വർഷം മുമ്പത്തെ മൊബൈൽ ഫോൺ? എനിക്കറിയില്ല. എന്റെ മൊബൈൽ ഫോൺ ദീപക്കറിയോ? ദീപയുടെ 6 വർഷം മുമ്പത്തെ മൊബൈൽ ഫോൺ നമ്മളൊന്നെങ്കിൽ അല്ല, ആ സമയത്തും അത് ഡിലേറ്റ് ആക്ക. അല്ല, ഞാൻ കുറച്ച് സ്വാഭാവികമായിട്ടും ദിലീപിന്റെ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും മലയാളികളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഒരു 30-40% പേര് ഇപ്പോഴും ദിലീപ് കുറ്റവാളിയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. തെറ്റിദ്ധരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ എന്ന് നമുക്ക് കരുതാം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, എന്തിന് ദിലീപ് അദ്ദേഹത്തിന്റെ ഫോൺ ഡിലേറ്റ് ചെയ്തു? അതും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നല്ല വിവരവും ജ്ഞാനവുമുള്ള ഈ സൈബർ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് അത് ഡിലേറ്റ് ചെയ്ത് കളയുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തിനാണ്? നികേഷ് സാർ എന്നോട് ചോദിച്ചു, ദിലീപിന്റെ ഫോണിൽ നിന്ന് എത്രയോ സാധനം പുള്ളി ഡിലീറ്റ് ചെയ്ത് അതും പുള്ളി, അതായത് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഡിലീറ്റ് ചെയ്തത്. അത് സംതിങ് റോങ് അല്ല, അങ്ങനെയല്ല. ഇത് എന്തുണ്ടാവാനാണ്? ദിലീപിന്റെ ഫോണിൽ നമുക്ക് വേഴ്സ്റ്റ് അസ്യൂം ചെയ്യാം, എന്തുണ്ടാവാനാണ്? ഇതിന്റെ കാരണം ഈ സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ചാൽ മാത്രമേ ഇവർക്ക് കേസ് മുമ്പോട്ട് പോകണ്ടേ, പെട്ടെന്ന് തെളിയിക്കേണ്ട. അതായത് ഇത് ഗ്രേ ഏരിയ ആണല്ലോ, ഗ്രേ അല്ലാത്തൊരു ഏരിയ പറയാം. കാവ്യ മാധവനാണ് ഇതിന്റെ പിന്നിൽ നായിരുന്നല്ലോ ഇടയ്ക്ക് കഥ. മാഡം ഇതിന്റെ പിന്നിൽ മാഡം എന്തേ മാഡത്തെ ചോദ്യം പോലും ചെയ്യാത്തത്? കാവ്യ മാധവനെ ചോദ്യം പോലും ചെയ്തില്ലല്ലോ, മാഡമാണ് ഇതിന്റെ പിന്നിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ആ കഥയുടെ ഒരു ഗും പോയി. തീർന്നില്ല. കാവ്യ മാധവന്റെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ. പിന്നീട് വേങ്ങരയിലുള്ള നേതാവ്, അതായത് പേരാരും പറഞ്ഞില്ല, പേര് പറയാതിരുന്നാലല്ലേ ഗുമ്മുള്ളൂ, മിക്കവാറും കുഞ്ഞാലിക്കുട്ടി സാറിനെ ആയിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. 50 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു. പിന്നീട് പറഞ്ഞു ഗോൾച്ചിൻ എന്ന് പറഞ്ഞ ആളെ UAE കണ്ടു. മലയാള സിനിമ കാണുന്നവർക്ക് അറിയാം, നല്ലൊരു ശതമാന സിനിമ UAE ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആളുടെ പേരാണ് ഗോൾച്ചിൻ. ഇയാളാണ് ഇതിന്റെ പിന്നിൽ. ഇതിന്റെ പിന്നിൽ NIA വരും. എന്തൊക്കെ കഥയായിരുന്നു. അവസാനം പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ സാധാരണ, ഇനി അടുത്തതാണ് പോയിന്റ്, സാധാരണ മലയാളിയുടെ സ്ത്രീയോടൊപ്പം നിൽക്കാനുള്ള നന്മയുടെ ബോധത്തെയാണ് ഇവർ ദുരുപയോഗം ചെയ്തത്. അതായത് ഒരു പെൺകുട്ടിക്ക് പ്രശ്നം പറ്റിയാൽ, സ്ത്രീക്ക് പ്രശ്നം പറ്റിയാൽ അവളോടൊപ്പം നിൽക്കണമെന്നുള്ള നമ്മുടെ ധാർമ്മിക ബോധത്തെ ചൂഷണം ചെയ്ത് മുതലാക്കി അതിജീവിതയുടെ വേദന, ഇവർ അതിജീവിത തന്നെയാണ്. എന്തുകൊണ്ടാ? ഇവർക്കൊരു അക്രമം നേരിട്ടു എന്ന കാര്യത്തിൽ ആർക്കും തർക്കം. ആ അതിജീവിതയുടെ വേദന മുതലാക്കി ദിലീപിനെ കുടുക്കാൻ ചില ആൾക്കാർ നോക്കി. ആരെന്ന് ഞാൻ പറയുന്നില്ല. ദിലീപേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞ് അവരുടെ കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് ആ വീഡിയോ ചെന്ന് നോക്കിയാൽ പേരുകളാ പറഞ്ഞത്. അല്ല, അപ്പോഴും ഒരു പൊതുവേ ഉള്ള ഒരു മലയാളിയുടെ സംശയമാണ് ഇത്. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്തിന് ഇത് ഡിലേറ്റ്? ഒരു വ്യക്തി എന്തെങ്കിലും കള്ളത്തരം, അതോ ഈ ഒരു ഞാൻ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. അതായത് ഒരു വ്യക്തി, അതിപ്പോ ആരും ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, അല്ലെ ചേച്ചി ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒരു കേസ് ഉണ്ടായതിനു ശേഷം, അല്ലെ കേസിന് ആസ്പദമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞതിന് ശേഷം എന്ന് കരുതിക്കൂ, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ നമ്മുടെ തെളിവുകളെല്ലാം കാണാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്നതിന് യാതൊരു സംശയമില്ലല്ലോ. അതെന്തിന് ഡിലേറ്റ് ആക്കി? അല്ലെങ്കിൽ അതും ഒരിക്കലും റിക്കവർ ചെയ്യപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റിതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളെ കൊണ്ട് ഡിലേറ്റ് ആക്കി എന്നുള്ളതാണ് മലയാളിയുടെ ചോദ്യം. അതൊരു മാന്യമായ ചോദ്യമാണെന്നാണ് ചിന്തിക്കുന്ന ആളാ ഞാൻ. അല്ലെ, ഞാനത് പറയണ ശരിയാണോ എന്നറിയില്ല, എന്നാലും ഭംഗിവൽക്കരിച്ച് പറയാം. ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്റെ ഫുൾ കാര്യങ്ങൾ പറയാം.
ഈ സോക്കോൾഡ് ഒരു ഈ കേസ് കഴിഞ്ഞു, ചേട്ടന് പറയേണ്ട കാര്യങ്ങൾ പറയാം. വേറൊരാളുടെ പ്രൈസ് ഇത് കഴിഞ്ഞ ആളുടെ പേരും പറയാം, നിങ്ങൾ പറഞ്ഞു. ഈ സോക്കോൾഡ് ഒരു സൈബർ എക്സ്പേർട്ട് ആണ് ദിലീപിന്റെ പല കാര്യങ്ങളും എടുത്തത്. ഒരാളുടെ പേരുണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാർ ദിലീപിനെതിരെ മൊഴി കൊടുക്കാനടക്കം എന്നെ നിർബന്ധിക്കുകയാണ്. ഈ കൊടുക്കുന്ന മൊഴി ശരിയല്ല. നിങ്ങളടക്കമുള്ളവർ ദിലീപിന്റെ ഈ രീതിയിൽ ശക്തമായ പ്രതിരോധം. ഞാൻ പറഞ്ഞപ്പോ എന്നെ വിളിച്ച് പറയണ എന്തിനാ, എനിക്കിപ്പോ വേറെ സംശയം തോന്നി, ഇനി എന്നെ കൊടുക്കാനോ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ ഇവള് വിളിക്കുന്നത്. പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, പോലീസുകാരൊരു നറേറ്റീവ് ഉണ്ടാക്കുക. ഇനി അടുത്തതും കൂടെ കേൾക്കണം. എത്രയോ സോക്കോൾഡ് സാക്ഷികളെ കോടതി പ്ലാന്റഡ് വിറ്റ്നസ് ആണ് എന്ന് ഈ വിധിന്യായത്തിൽ പറഞ്ഞു. പ്ലാന്റഡ് വിറ്റ്നസ് എന്ന് കേൾക്കുമ്പോ എന്തോ ഭംഗിയുള്ള വാക്കാന്ന് വിചാരിക്കും. കള്ളസാക്ഷി. പ്ലാന്റഡ് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷി. ഈ കള്ളസാക്ഷിയാണ്, സൃഷ്ടിച്ച ഫാബ്രിക്കേറ്റഡ് സാക്ഷിയാണ് പോലീസ് ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന് പറയുന്ന ഫോട്ടോഷോപ്പ് പോലീസുകാർ ചെയ്തു എന്നൊരു DGP പറയുകയും അത് മറ്റൊരു ഉന്നതമായ ഉദ്യോഗസ്ഥൻ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ പറയുന്നില്ല, കാര്യം എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. ആരാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. വളരെ ഉന്നതമായ ദിലീപിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച അപ്പോഴും ചേട്ടാ ഒരു വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ കിടക്കണം. എന്തിനു വേണ്ടി ദിലീപിനോട് ആ ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ എന്ന് തന്നെ പറയാം, IPS ഉദ്യോഗസ്ഥക്ക് എന്തിനു ഒരു വെഞ്ചൻസ് ഉണ്ടാവണം? ഉത്തരം ഒരു വരിയിൽ പറയാം. പേരൊന്നും പറയണ്ട, പേരൊന്നും പറഞ്ഞ് നമ്മളോട് ഇൻഫർമേഷന് വേണ്ടിയുള്ള ഒരു വഴി ഉണ്ടാക്കണ്ട. അതിന് പകരം കേൾക്കുന്നവർക്ക് മനസ്സിലാകും, എന്നാൽ എനിക്ക് നിയമപരമായ ദോഷം ഉണ്ടാവരുത്. അതാണ് ദിലീപിനോട് ഏറ്റവും ദേഷ്യമുള്ളത് ആർക്കായിരിക്കും? ശ്രീ ദിലീപ് കാരണം സ്വന്തം ജീവിതം നശിച്ചു എന്ന് കരുതുന്ന ആരായിരിക്കും? ശ്രീ ദിലീപ് കാരണം സ്വന്തം ജീവിതവും കരിയറും കുടുംബവും മറ്റുമൊക്കെ നശിച്ചു എന്ന് കാണുന്നതും തന്റെ പ്രിയപ്പെട്ടവർ തന്നെ വിട്ടുപോയി എന്ന് കരുതുന്നവരാരായിരിക്കും? ലോകത്തിൽ ആരും ഗൂഢാലോചന സിദ്ധാന്തം പറയാത്തപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ അവർകൾ അടക്കം ഇതിന്റെ പിന്നിൽ പോലും ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിച്ച ആർക്കായിരിക്കും? അവർക്ക് അങ്ങനെ ദേഷ്യം തോന്നുന്നതിൽ എനിക്ക് ഒരു വിരോധവും. ആ വ്യക്തി ആണോ പെണ്ണോ ആവട്ടെ, അവർക്ക് എല്ലാവിധ അവകാശങ്ങളും അത് തോന്നാനുള്ളതുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഇന്നും കോടതിയെ മറ്റും വേട്ടയാടാൻ നിൽക്കുന്നത് അപ്പോഴും ചേട്ടാ നമ്മുടെ എല്ലാവരുടെയും ഒരു ബിഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നിയമ സംവിധാനം തന്നെയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതും ദിലീപേട്ടനെ ജയിലിൽ അടച്ചതും 85 ദിവസത്ത് കിടക്കേണ്ടി വന്നതും ഈ 8.5 വർഷം ഇതിന് പുറകെ നടന്ന് അവസാനം നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്നതും ഈ നിയമവ്യവസ്ഥയുടെ കീഴിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് താങ്കൾ പറയുന്ന ഇപ്പൊ പറയുന്ന ആ സ്ത്രീ. അതായത് കുടുംബം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ നേരിട്ട ആ സ്ത്രീ ഗൂഢാലോചന നടത്തിയെന്ന് ആദ്യം പറഞ്ഞ സ്ത്രീ ആരുമായിക്കോട്ടെ, ആ സ്ത്രീക്കെതിരെയും അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ടുള്ള സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ സ്വീകരിച്ചൂടെ? അതെന്തുകൊണ്ട് ദിലീപേട്ടൻ ഇതുവരെ പോയിട്ടില്ല? അങ്ങനല്ല, ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. വകുപ്പ് എന്ന് പറഞ്ഞാൽ മലീഷ്യസ് പ്രോസിക്യൂഷനാണ്. നമ്മുടെ നിയമത്തിൽ, അതായത് നമുക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായാൽ 211 ആണെന്നാണ് എന്റെ ഓർമ്മ. IPC ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇപ്പൊ BNS എത്ര നോക്കണം. മലീഷ്യസ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ നമുക്കെതിരെ കള്ള പ്രോസിക്യൂഷൻ ആണ് നടന്നതെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരു വകുപ്പുണ്ട്. അത് പോകുമെന്നാണ് ശ്രീ ദിലീപ് ആദ്യത്തെ ഇന്ററാക്ഷനിൽ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത്. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇപ്പൊ അപ്പീൽ പോകും. ആ അപ്പീലിനും കൂടെ ശേഷമായിരിക്കും മലീഷ്യസ് പ്രോസിക്യൂഷന് മൂവ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മലീഷ്യസ് പ്രോസിക്യൂഷന് പോകുന്ന അവസരത്തിൽ ഹൈക്കോടതി പോകുകയാണെങ്കിൽ അത് ടെമ്പററി ആയിട്ട് നിൽക്കും. അപ്പൊ മലീഷ്യസ് പ്രോസിക്യൂഷൻ ശ്രീ ദിലീപ് പോണം. ഇതിന്റെ പിന്നിൽ ഇത്രമാത്രം കള്ളത്തരം ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ച ആൾക്കാർക്ക് ഈ കള്ളക്കഥകൾ പറയുന്നത് ഒറ്റ കാര്യം ആലോചിച്ചു. ശ്രീ ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ എവിടെങ്കിലും വെച്ച് അവർക്ക് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടെന്ന് പോലീസ് തെളിയിക്കാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷെ അപ്പോഴും ഒരു വലിയ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അങ്ങനെ ഒരു നേരിട്ടൊരു ഇന്ററാക്ഷൻ ഇല്ല എന്നതുകൊണ്ട് ഒരാൾ നിരപരാധിയാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റ് വ്യക്തികളുടെ അഭേദ്യമായിട്ടുള്ള ബന്ധം മൂലമുള്ള ഇന്ററാക്ഷൻ നടത്താമല്ലോ. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ദിലീപേട്ടനെ പോലെ ഇത്രത്തോളം സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അധികാരപരമായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ കൂടെ എന്നും സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നേരിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ചോദ്യമാണ്. അത് ഏതൊരു വ്യക്തിയുടെയും ഒരു ചോദ്യമാണ്. തന്റെ ആദ്യ കല്യാണത്തിന്റെ ഡിവോഴ്സിന് ശേഷം രണ്ടാമത് കാവ്യയെ കല്യാണം കഴിച്ചു കുടുംബജീവിതത്തിലോട്ട് പോകുന്ന ദിലീപ് എന്തിനാണ് ആദ്യ കല്യാണത്തിന്റെ ബ്രേക്കപ്പിന് കാരണക്കാരിയാണ് എന്ന് അവകാശപ്പെടുന്ന അതിജീവിതക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നത്? എന്ത് തരം കഥയാണ്? അതായത് കല്യാണം ഡിവോഴ്സ് ആയി കഴിഞ്ഞു, ഇനി കാവ്യ മാധവനാണ് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ. കാവ്യയുടെ പേര് പറയാം, കാവ്യ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്.
കാവ്യാമാധവനാണ് കൊട്ടേഷൻ. അങ്ങനെ ഒരു മാഡത്തിന്റെ കഥയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാവ്യയുടെ ലൈഫിലെ ഏറ്റവും വലിയ നന്മ ദിലീപേട്ടനെ കല്യാണം കഴിച്ച ഏറ്റവും വലിയ പോസിറ്റീവ്. തന്റെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ കാര്യം നടക്കാൻ ഇടയായ ഒരു വ്യക്തിക്കെതിരെ, അതിജീവിതക്കെതിരെ കാവ്യാമാധവൻ കൊട്ടേഷൻ കൊടുക്കൂ. കാവ്യാമാധവന് എന്ത് കാര്യ? കാവ്യാമാധവന്റെ അമ്മ കൊട്ടേഷൻ കൊടുക്കൂ. അപ്പൊ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കി ഒരു അജണ്ട സെറ്റ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. രണ്ട്, ഇവര് ഈ പ്രോസിക്യൂഷന്റെ ആരോപണം 2013-14 ആണ് ഗൂഢാലോചന തുടങ്ങുന്നതാണ്. 4 വർഷം എടുത്തു. അതായത് എല്ലാവരും പറയുന്നത് സ്വാഭാവികമായിട്ടും ഉള്ള മറ്റൊരു എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത്, ഈ മഴവിൽ മനോരമയുടെ മഴവില്ലഴകിൽ അമ്മ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സമയത്ത് മോശമായ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ തന്നെയാണല്ലോ, ഫാബ്രിക്കേറ്റഡ് ആണെങ്കിലും അല്ലാത്ത കഥയാണെങ്കിലും, അതായിരുന്നു ആദ്യം പോലീസ് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു കഥയെന്ന് പറയുന്നത്. അത് ഒരു മോശം സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരെയും, ദിലീപേട്ടനെയും കാവ്യാമാധവനെയും കാണുകയും അത് ഈ വ്യക്തിയാണ് ഇപ്പോ ആദ്യത്തെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലൂടെയാണ് ഇത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയും വീട് വിട്ട് ഇറങ്ങി പോകുന്നതും അതിനുശേഷം ഡൈവോഴ്സ് ആകുന്ന സാഹചര്യം, അതായത് ജീവിതം കുട്ടിച്ചോറാക്കി എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത് ആ ഒരു വെഞ്ചൻസ് കിടന്നതിന് ശേഷമാണ് സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമൊക്കെ ആ വ്യക്തിക്ക് അതിജീവിതയ്ക്ക് ഉണ്ടായത് എന്ന് എല്ലാവരും പറയുന്നത്. അപ്പൊ അതിനുശേഷം ഉള്ള ഇപ്പോ ചേട്ടൻ പറയുന്ന ആ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ വലിയൊരു ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ട് ആദ്യം 28 പേര്, മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 28 പേര് ഇതെല്ലാം ഉള്ളതാണ് എന്ന് തന്നെ അതെ ഞാൻ ചോദിക്കട്ടെ, അതായത് സ്ഥാപിച്ചു, കൃത്യമായിട്ട് പറഞ്ഞു ഇത് സംഭവിച്ച കാര്യങ്ങളാണ്, ഞങ്ങൾ ദൃക്സാക്ഷികളാണ്, ആ സമയത്ത് ഇവർ തമ്മിൽ ഷൗട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ദീഖ് പോലും, ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ദിലീപിന്റെ എല്ലാമായിരുന്ന ദിലീപ് അകത്ത് കിടക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും എല്ലാം ആദ്യം പോകുന്നത് സിദ്ദീഖാണ്, ആദ്യം പോയി കാണാൻ പോകുന്നതെല്ലാം. ആ വ്യക്തി പോലും ഇത് സംഭവിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് മൊഴി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തിനാണ്? ഭയങ്കര രസമാണ്. യഥാർത്ഥത്തിൽ എല്ലാരും ചോദിക്കേണ്ട പോലീസിന്റെ ഏറ്റവും വലിയ ബിഗ് ക്വസ്റ്റ്യൻ ആണത്. കള്ളത്തരത്തിന്റെ ഏറ്റവും വലിയ എക്സ്റ്റെന്റ് 28 പേര് മൊഴി മാറ്റി. ഭയങ്കര സംഭവമല്ലേ? അത് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ മൊഴി മാറ്റിയവർ ആരൊക്കെയാണെന്നറിയാമോ? കാവ്യാമാധവൻ, ദിലീപിന്റെ ബ്രദർ, ദിലീപിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നാദിർ ഷാ, ഇവരൊക്കെ അപ്പൊ ആദ്യം ദിലീപിനെതിരെ മൊഴി നൽകി. അല്ല, അതിൽ പെടുന്നവരാണ് ഭാമ. അതെ, ഞാൻ അതിൽപ്പെടുന്നതാണ് സിദ്ദീഖ്. അതിൽപ്പെടുന്ന ആൾക്കാർ തന്നെയല്ലേ കാവ്യാമാധവൻ? തീർച്ചയായും. അതിൽപ്പെടുന്ന ആൾക്കാർ തന്നെയല്ലേ ദിലീപിന്റെ സഹോദരൻ? അതിൽപ്പെടുന്ന ആൾക്കാർ തന്നെയല്ലേ നാദിർ ഷാ? ഇവരൊക്കെ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? കാവ്യാമാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? ഇല്ല. അതൊരു കള്ളത്തരം എന്താന്നും കൂടെ അറിഞ്ഞിരിക്കണം. മൊഴി എന്ന് പറഞ്ഞ് പോലീസ് കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലീസ് നമ്മളോട് ചോദിച്ച് എഴുതിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നീട് ഇവർ കോടതിയിലോ മറ്റോ മൊഴി വരുമ്പം നമുക്ക് നേരത്തെ തന്ന മൊഴി ഇതെല്ലായിരുന്നു മാറ്റി എന്ന് പറയും. പ്രൊപ്പഗാൻഡ വാല്യൂവിന് വേണ്ടി മാറ്റി എന്ന് പറയും. എന്നിട്ട് ഭാമയുടെ പേര് മാത്രം ഹൈലൈറ്റ് ചെയ്യും. അല്ല, ഭാമ മാത്രമല്ല ബിന്ദു പണിക്കർ, ഒരുപാട് പേര് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ശരി മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കാവ്യാമാധവൻ ശരി, ഇത് നമുക്ക് എടുക്കാം. കാവ്യാമാധവൻ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തിരുന്നു നമ്മൾ വിശ്വസിക്കണോ? നാദിർ ഷാ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തു എന്ന് വിശ്വസിക്കണോ? ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തു എന്ന് വിശ്വസിക്കണോ? ഈ മൊഴി മാറ്റി എന്നുള്ളത് ഇമോഷണൽ ഇമ്പാക്റ്റും ഡ്രാമ കളിക്കാനും വേണ്ടി പ്രോസിക്യൂഷൻ ചെയ്യുന്നതാണ്. ഏതുപോലെ, അതും കൂടെ പറയാം. ഏതുപോലെ ആദ്യം വനിതാ ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞു, പിന്നീട് വനിതാ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു, പിന്നീട് കോടതിയിൽ എന്നെ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി വരെ അത് അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഇരിക്കുന്ന ജഡ്ജിയെ പ്രഷറൈസ് ചെയ്യുകയാണ്. അവരുടെ ആ ജഡ്ജിയുടെ പേര് പറയാം, ഹണി വർഗീസ്. യഥാർത്ഥത്തിൽ നമ്മൾ നിയമ വിദ്യാർത്ഥികൾ പൂവിട്ട് പൂജിക്കേണ്ട ഒരു വ്യക്തിയാണ്. അവരുടെ നട്ടല്ലും ധാർമ്മിക ബോധത്തിന്റെ ബലത്തിൽ മാത്രമാണ് ശ്രീ ദിലീപിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത്. സാധാരണ ഒരാളാണെങ്കിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോയേനെ. കാര്യം അവരുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു, അവരുടെ കുടുംബത്തെ കുറ്റം പറഞ്ഞു, അവരുടെ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞു, അവരുടെ അച്ഛനെ കുറ്റം പറഞ്ഞു. ഈ വിധിന്യായത്തിൽ ഒരു വാക്ക് എന്നിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഫിയറ്റ് ജസ്റ്റീഷ്യ റൂയിക്കൊളം. നമ്മൾ ലോയിൽ പഠിക്കുന്ന എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കും. ആ സ്ത്രീയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശ്രീ ദിലീപിന് നീതി കിട്ടിയത്. കാരണം അവർ ഈ സമ്മർദ്ദങ്ങളിൽ വീണില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൃത്യമായിട്ട് പറയുന്നത് പോലെ ഇത് കാണാൻ പറ്റുമോ? ഇത് കാണാൻ പറ്റില്ല. കാര്യം ഇല്ല, ഇത്രയും തെളിവ് പോലും ദിലീപിനെതിരെ ഇല്ല. ഒരു കടുകുമണിയോളം പോലും തെളിവ് ശ്രീ ദിലീപിനെതിരെ ഇല്ലാതെയാണ് ഇത്ര വർഷം ഡ്രാമ നടത്തി കേസ് ചെയ്തത്. പെട്ടെന്ന് കമ്പയർ ചെയ്യുന്നൊരു സാധനം പറയാം, എന്നാലാണല്ലോ ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ ചില ചാനലുകൾ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ, അതുവരെ ചെയ്യുന്ന ചാനലുകൾ ഞാനായിരുന്നു സ്ട്രോങ് ആയി ഡിഫെൻഡ് ചെയ്യാനിരുന്നത്.
പ്രധാനമായിട്ട് റിപ്പബ്ലിക് ടി വി NDTV ആയിരുന്നു അല്ലേ? ചാനലിന്റെ പേര് പറയുന്നില്ല. നമ്മുടെ അടുത്ത സുഹൃത്ത് ഇങ്ങനെ സംസാരിക്കുന്നവരാണ്. ഞാനും അവരും തമ്മിൽ പേഴ്സണലി അടിയായി. എന്നോട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശശി തരൂരിനെ എനിക്ക് വിശ്വാസമാണ്, തെളിവുകളില്ല. എന്നിട്ട് കുറെ കോൺസ്പിറസി തിയറി ഉണ്ടാക്കും. ടെൽ മീ വൈ സുനന്ദ പുഷ്കറിന്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടായി. ഞാൻ കൊതു കടിച്ചതല്ലായിരിക്കും, അങ്ങനെ വല്ലോ വന്നായിരിക്കും. ഇത് കേൾക്കുന്ന സാധാരണക്കാരന് വലിയ ഗൂഢാലോചന സിദ്ധാന്തം തോന്നുന്നു. റഷ്യൻ മാഫിയാണ് എന്നൊക്കെയാണ് അന്നത്തെ തിയറി. ഷാറൂഖ് ഖാന്റെ ശശി തരൂറിന്റെ, ഷാറൂഖ് ഖാന്റെ, ഇനി അതേപോലെയാണ് നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുത്, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ നമുക്കെല്ലാം ഇഷ്ടമുള്ള സുശാന്ത് സിംഗ് രാജ്പുത് ആത്മഹത്യ ചെയ്തു. കൊലപാതകം എന്ന് പറഞ്ഞ് എത്ര കാലം കേസ് അന്വേഷിച്ചു. അവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന റിയ ചക്രവർത്തി. അത് തന്നെയാണല്ലോ നമ്മുടെ മണിച്ചേട്ടന്റെ ഏകദേശം അതുപോലെ തന്നെയല്ലേ കൊലപാതകം കിട്ടിയില്ല. പക്ഷെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ചെയ്യണം. കാര്യം എന്താ കമ്പയർ പാടില്ല. പോലീസുകാർക്ക് കള്ളം പറയണം, രണ്ടും എന്റെ ഡിഫറെന്റ് ആണ്. ഏത് എക്സ്റ്റെന്റ് വരെയും കള്ളം പറയാം. ഇപ്പം കമ്പയർ ചെയ്യാമല്ലോ, കാര്യം കോടതി വിധി ഒന്നല്ലോ ആണ് അല്ലെ? കമ്പയർ ചെയ്യാൻ കോടതി വിധി ഒന്നും. ഇതിന്റെ എക്സ്ട്രീം വേർഷനാണ് നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞനെതിരെ കള്ളക്കേസ് കൊടുത്തു കോടതി വിധി വന്നു. അദ്ദേഹം 50 ദിവസം ജയിലിൽ കിടന്നു. എന്താ കേസെന്നറിയാമോ? ഇന്ത്യ ഡെവലപ്പ് ചെയ്യാത്ത ക്രയോജനിക് മെഷീൻ മാലിദ്വീപിലെ ചാരസുന്ദരിമാർ വഴി പാകിസ്ഥാന്റെ ISIക്ക് വിറ്റു. ഇതാണ് യഥാർത്ഥത്തിൽ കേസ്. നമ്മൾക്കന്നൊന്നും ഒരു സാധനം ഇല്ല, എന്തോന്നെടുത്ത് വിൽക്കാനാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരം. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇവനൊക്കെ വളർന്നു വരുമ്പോ യഥാർത്ഥത്തിൽ ഞാൻ പാച്ചിനോട് സ്ഥിരം പറയാറുണ്ട്, അല്ലെങ്കിൽ യാഗ് എന്നാണ് പേര്, യാഗിനോട് സ്ഥിരം പറയാറുണ്ട്, നമുക്ക് ആ ഒരു ട്രൂത്ത് ഫാക്ട്സ് എന്ത് പേര് വിളിച്ചാലും അങ്ങനെ ഒരു ട്രൂത്തും ഫാക്റ്റും കാര്യമായി വേണം. അത് വളരെ പ്രധാനമുണ്ട് എന്ന് ഞാൻ സ്ഥിരം പറയാറുണ്ട്.